അല്ലാഹു തആല ചോദിക്കുന്നതാണ്. നാളെ പരലോകത്ത് നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെടുന്ന മനുഷ്യൻ ദുനിയാവിൽ ശിർക്ക് ചെയ്തിട്ട് ആ ശിർക്കിന്റെ പേരിൽ നരകത്തിൽ പോകേണ്ടി വരുമ്പോൾ അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യം ഹദീസിൽ കാണാൻ നബി തങ്ങൾ പഠിപ്പിച്ചത്. അല്ലാഹ് ചോദിക്കുമ്പോഴാ, ദുനിയാവ് മുഴുവൻ നിന്റേതാണെങ്കിൽ, ദുനിയാവ് മുഴുവനും നിന്റേതാണെങ്കിൽ ഈ നരകത്തിൽ രക്ഷപ്പെടാൻ അത് മുഴുവൻ കൊടുക്കാൻ നീ തയ്യാറാണോ? നരകം നിശ്ചയിച്ച് നരകത്തിലേക്ക് പോകാൻ വിധിക്കുമ്പോൾ അല്ലാഹ് ചോദിക്കുക, ദുനിയാവ് മൊത്തം നിന്റേതാ വിചാരിക്കാം, അത് മൊത്തം കൊടുത്താൽ നിനക്ക് രക്ഷപ്പെടാം എന്നുണ്ടെങ്കിൽ നീ കൊടുക്കാൻ തയ്യാറാകുമോ? അതേ റബ്ബേ, ഞാൻ തയ്യാറാണ്, കൊടുക്കാം. ഖുർആൻ പറഞ്ഞില്ലേ, യൗമ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബി യൗമിഇദിൻ ബിബനീ. മക്കളെ കൊടുക്കാം, ഭാര്യയെ കൊടുക്കാം, പ്രിയപ്പെട്ടവരെല്ലാം കൊടുക്കാം, എല്ലാ മനുഷ്യന്മാരെയും കൊടുക്കാം. വമൻ ഫിൽ അർളി ജമീഅ സുമ്മ യുൻജി. ഭൂമിയിലെ എല്ലാവരെയും നൽകിയാലും എന്നെ രക്ഷപ്പെടുത്തുമെങ്കിൽ റബ്ബേ ഞാൻ തയ്യാറാണ്. ഇപ്പൊ പറയുമല്ലോ, ആ ഉസ്താദ് നരകത്തില, ഈ ആളുകൾ നരകത്തില, പക്ഷെ ഭൂരിപക്ഷം നരകത്തില, എന്റെ ബാപ്പ നരകത്തില, എന്നാ ഞാനും പോയിക്കോളാം. ധിക്കാരമാണ്, വിവരക്കേടാണ്. അവിടെ പറയുന്ന വാക്ക് വമൻ ഫിൽ അർളി ജമീഅ, ഭൂമിയിലെ എല്ലാ മനുഷ്യന്മാരെയും നരകത്തിലേക്ക് എറിയാൻ ഞാൻ സമ്മതിച്ചാൽ എന്നെ രക്ഷപ്പെടുത്തുമോ എങ്കിൽ ഞാൻ തയ്യാറാണ്. പക്ഷേ ഇല്ല, കല്ലാ ഇന്നഹാ ലദാ നസാഅതൻ ലിശവാ തദഉ മൻ അദ്ബറ വതവല്ലാ. കാര്യം അങ്ങനെയല്ല, ഒരാളെ പകരം കൊടുത്ത് രക്ഷപ്പെടാൻ പറ്റൂല. ഇന്നഹാ ലദാ, തീർച്ചയായും അത് ആളിക്കത്തുന്ന നരകമാണ്. അത് പിന്തിരിഞ്ഞു പോകുന്നതിനെ പോലും തിരിച്ചു വിളിക്കുന്നതാണ്. തലയുടെ തൊലിയെപ്പോലും എരിച്ചു കളയുന്ന തീയാണത് എന്ന് അല്ല പഠിപ്പിക്കാൻ നമ്മളെ. അപ്പൊ റബ്ബ് ചോദിക്കുന്നതാണ്, ദുനിയാവ് മൊത്തം നിന്റേതാണെങ്കിൽ അതെല്ലാം കൊടുക്കാൻ നിനക്കിപ്പോൾ സമ്മതമാകുമോ? റബ്ബെ, കൊടുക്കാം, റെഡിയാണ്, എനിക്ക് രക്ഷപ്പെട്ടാൽ മതി. അല്ല പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എന്നോട് ദുനിയാവെന്ന് ആവശ്യപ്പെട്ടത് ഇതിനേക്കാൾ എത്രയോ നിസ്സാരമായ കാര്യമായിരുന്നല്ലോ. നിന്റെ മുതൽ മൊത്തം കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, നിന്റെ എല്ലാം നൽകാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നോട് ആവശ്യപ്പെട്ടത് വളരെ ചെറിയ കാര്യമായിരുന്നു, അല്ലാ തുശ്രിക ബി ശൈആ, എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്, ഇതല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഫഅബൈത ഇല്ല ശിർക, നിനക്കാവട്ടെ ശിർക്ക് ചെയ്തേ മതിയാകുമായിരുന്നല്ലോ. അല്ലാഹുവിന്റെ ചോദ്യമാണ്, നബി ഞങ്ങളെ പഠിപ്പിച്ചതാണ്, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹ് ചോദിക്കാൻ, നിന്നോട് ആകെ ഞാൻ പറഞ്ഞെന്ത്, എന്നിൽ പങ്കു ചേർക്കാൻ പാടില്ല, നിനക്കാവട്ടെ പങ്ക് ചേർത്തേ മതിയാകുമായിരുന്നു. കോഴിക്കോട്ടെ CM മടവൂർ ലോകം നിയന്ത്രിക്കുന്നത് വിശ്വസിച്ചത് നമുക്ക് എന്താ കിട്ടാനുള്ളത്? അയാൾ ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് വിശ്വസിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാൻ? സ്വർഗം നഷ്ടപ്പെടുമെന്നല്ലാതെ വേറെ എന്താ കിട്ടാനുള്ളത്? മുഹീദ്ദീൻ ഷെയ്ഖ് ഖുതുബുൽ അഖ്താബാണ് എല്ലാത്തിനെയും മേലെ നിയന്ത്രിക്കുന്ന ആളാണ് വിശ്വസിച്ചാൽ നമുക്ക് എന്താ കിട്ടാനുള്ളത്? ഈമാൻ കാര്യമാണോ അത്? ഇസ്ലാം കാര്യമാണോ അത്? സുഹൈബിയാണോ മൊയ്തീൻ ഷെയ്ഖ്? താബിഴിയാണോ മൊയ്തീൻ ഷെയ്ഖ്? ഒരിക്കലുമല്ല. അതിന് വാശി പിടിച്ച്, അതിന് മറുപടി വെച്ച്, അതിന് തിരിച്ച് വഴുതു വെച്ച്, അതിന് അങ്ങേയറ്റം വാശിയോടെ ഇറങ്ങിയിട്ട് എന്ത് നേട്ടമാണ് സഹോദരന്മാരെ നേടാനുള്ളത്? ഇന്ന് മരിച്ചാലും സ്വർഗത്ത് കണ്ടു പോകാൻ പറ്റണം. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവനാണ് വിജയിച്ചവൻ, അല്ലാത്തൊന്നും വിജയമല്ല. സഹോദരന്മാരെ, അത് കിട്ടണം. നമുക്ക് ഇപ്പൊ ഇന്ന് മരിക്കേണ്ടി വന്നാലും സന്തോഷത്തോടെ കണ്ടടക്കാൻ പറ്റണം. യാ അയ്യത്തുൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, വരൂ, നീ റബ്ബിലേക്ക് മടങ്ങൂ. അല്ലാഹ്ക്ക് നിന്റെ കാര്യത്തിൽ തൃപ്തിയാണ്, നിനക്ക് അല്ലാഹുവിനെ കുറിച്ചും തൃപ്തിയാണ്. കണ്ടോ, വല്ലാത്ത വാക്കാണത്. നിനക്ക് അല്ലാഹുവിനെ തൃപ്തിയാണ്, അല്ലാഹ്ക്ക് നിന്നെയും തൃപ്തിയാണ്. നമുക്ക് പറയാൻ പറ്റോ, എന്റെ റബ്ബിനെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന്? എനിക്ക് എന്റെ റബ്ബ് മതി. എനിക്ക് പ്രാർത്ഥിക്കാൻ, എനിക്ക് നേർച്ച നേരാൻ, എനിക്ക് വഴിപാടർപ്പിക്കാൻ, എനിക്ക് സത്യം ചെയ്യാൻ, എനിക്ക് സങ്കടം പറയാൻ, എനിക്ക് എന്റെ ആവശ്യങ്ങൾ ബോധിപ്പിക്കാൻ എനിക്ക് എന്റെ റബ്ബ് മതി. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. ആ അല്ലാഹ് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അല്ലാഹ്ക്ക് നമ്മെ തൃപ്തിയാണ് പറയാൻ കഴിയുമോ? സ്വഹാബികളെ പറ്റി അല്ലാഹ് പറഞ്ഞെന്താ? റളിയല്ലാഹു അൻഹും വറളു അൻഹു. അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു. മരിക്കുമ്പോ സമാധാനം കിട്ടണോ? റാദിയതൻ മർദിയ, അല്ലാഹുവിനെ കുറിച്ച് തൃപ്തിയാവണം, അല്ലാഹ്ക്ക് നമ്മളെ പറ്റി തൃപ്തിയാവണം. എങ്കിൽ വരൂ സമാധാനമടഞ്ഞ ആത്മാവേ, എന്റെ അടിമക്കൂട്ടത്തിൽ ഫദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തേക്ക് നീ പ്രവേശിച്ചോ എന്ന സന്തോഷ വാർത്ത കേട്ട് ഇവിടുന്ന് പോകാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമായി റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലെങ്കിൽ ആ ഭയാനകമായ നരകാഗ്നിയിൽ അറ്റമില്ലാത്ത കാലം വെന്തരിയുന്ന, ജീവിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ ലോകം കണ്ട തെമ്മാടികളെയും ധിക്കാരികളുടെയും തോന്നിവാസികളുടെയും കൂട്ടത്തിൽ അവിടെ കിടന്ന് കല്ലും മനുഷ്യനും ഇന്ധനമാകുന്ന കൂട്ടത്തിൽ ആ നരകത്തിന്റെ വിറകായി ഇന്ധനമായി മാറുന്നൊരു ഗതികേട് സഹോദരന്മാരെ നമുക്കാർക്കും വരാൻ പാടില്ല. അല്ലാഹു തആല എല്ലാം കാത്തുരക്ഷിക്കുവാൻ. ദീന് പഠിക്കുക, നമ്മൾ ഖുർആൻ പഠിക്കുക, ഹദീസ് പഠിക്കുക. ആർക്ക് വേണ്ടിയും പരലോകം നഷ്ടപ്പെടുത്തണ്ട. ഉമ്മ അങ്ങനെയാണ്, വാപ്പ അങ്ങനെയാണ്, മഹൽ അങ്ങനെയാണ്, ഭൂരിപക്ഷം അങ്ങനെയാണ്, കുടുംബങ്ങൾ അങ്ങനെയാണ്. അതൊക്കെ ദുന്യാവിലേ ഉള്ളൂ. ഇന്ന് മരിച്ച് ഖബർക്കാണ്ട് വെച്ചാൽ പിന്നെ ഒരാൾ നമ്മളൊപ്പം ഉണ്ടാവില്ല.
നമ്മളായി, നമ്മുടെ അമല് മാത്രമായി. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയ്ക്ക് അപ്പുറത്ത് ഒരു ഉമ്മയില്ല, ഒരു വാപ്പയില്ല, ഒരു മഹല്ലുമില്ല, ഒരാളുമില്ല. എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബാണ്, പിന്നെ എൻ്റെ റസൂലാണ്. റളിതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂല. അള്ളാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമിന്റെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, മുഹമ്മദ് നബിയെ എൻ്റെ റസൂലായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് നാവുകൊണ്ട് ചൊല്ലിയാൽ പോരാ, മനസ്സുകൊണ്ട് തൃപ്തിയായി മാറണം. ആ നബി തങ്ങളെ പഠിപ്പിച്ചത് അത്രയിന കേട്ടു, അനുസരിച്ചു. അതിനപ്പുറത്ത് ആര് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലുത് എൻ്റെ റബ്ബാണ്. ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാ മതി. ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് അല്ലാ മതി. തവക്കൽതുലല്ലാ, എല്ലാം അല്ലാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ചിലപ്പോൾ സന്തോഷം ഉണ്ടാകും, ചിലപ്പോൾ വിഷമുണ്ടാകും, ചിലപ്പോൾ പ്രയാസം ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടും, ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം, എന്ത് ബഹിഷ്കരണം ഏർപ്പെടുത്തപ്പെട്ടേക്കാം. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇന്നി രാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ, എൻ്റെ റബ്ബിലേക്ക് ഞാൻ പോകും, എൻ്റെ റബ്ബിലേക്ക് വഴി കാണിച്ചു തരുമെന്ന ഇബ്രാഹിം നബിയുടെ ആ പ്രഖ്യാപനം സഹോദരൻ നമുക്കും ഒരു വഴികാട്ടിയായി മാറണം. അല്ലാഹു നമുക്ക് എല്ലാം ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.